ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓളും ഞാനും. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന സ്ഥലത്താട്ടോ. അതായത് നമ്മുടെ ആമ്പൽ പൂക്കൾ കൊണ്ട് ഇതാ വിസ്മയം തീർത്തിരിക്കുന്ന നമ്മുടെ ആമ്പൽ പാടത്തിലാട്ടോ നമ്മൾ വന്നേക്കണേ. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പം നാട്ടിൽ വന്നപ്പം എന്തായാലും നമ്മുടെ നാട്ടിലെത്തിയതല്ലേ, എന്തായാലും നമ്മുടെ ആമ്പൽ പൂക്കളൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് ഓർത്തു. നമ്മൾ ഇവിടെ ബോട്ട് കയറാനായിട്ട് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അതായത് ഈ മോട്ടോർ ഘടിപ്പിച്ച ബോട്ടിലാട്ടോ നമ്മൾ കയറുന്നത്. അതായത് ഒരു ബോട്ടിന് 1000 രൂപയാണ് ഇവർ പറയുന്നത്. ആ ഒരു ബോട്ടിൽ നമുക്ക് 6-7 ആൾക്കാർക്ക് കയറാം കേട്ടോ. ഇപ്പം സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ. നിറച്ച ആമ്പൽ പൂക്കളാട്ടോ. ഈ ചേട്ടൻ പറയുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ആമ്പൽ പൂക്കള് കൂടുതൽ കാണാൻ പറ്റുന്നതെന്നാണ്. ഇവിടെ ഒന്നുമില്ല എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ഞങ്ങൾ ഇവിടം തൊട്ട് തന്നെ എക്സൈറ്റഡ് ആട്ടോ. കാരണം ഞങ്ങള് ഇപ്പൊ സമയം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ രാവിലെ ഇവിടെ വന്നാലേ ഈ ആമ്പൽ പൂക്കളൊക്കെ നല്ല വിടർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം വെയിലായി കഴിഞ്ഞാൽ ഈ ആമ്പൽ പൂക്കളെല്ലാം വാടും കേട്ടോ. അത് ഇനി നമ്മളിങ്ങനെ ഈ ആമ്പൽ പൂക്കളുടെ ഇടയിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ. ഇത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാവോ. പറിക്കാനായിട്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ ഇവിടെ നിർത്തി തരും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ ആമ്പൽ പൂ പറിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരുപാട് ആഴമൊന്നും ഇല്ല. നമ്മളുടെ ആളുടെ ഒരു പകുതി ഭാഗത്തോളം ഉള്ളിരുന്ന ആഴമൊക്കെ ഇങ്ങനെ നീറ്റ് നടക്കുക കേട്ടോ. ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന നോക്ക് ആമ്പൽ എന്താ പറയണേ, പൂക്കളോന്നൊക്കെ പറയാം. അതുപോലെ എവിടെ നോക്കിയാലും ആമ്പല് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നല്ല വിടർന്നിരിപ്പുണ്ട്. ഈ വെയില് വരും തോറും ഇത് വാടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും രാവിലെ വരുന്നത് കേട്ടോ. അപ്പം ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാവിലെ തന്നെ എത്താൻ നോക്കണം കേട്ടോ. ഇത് വെയില് വരും തോറും ഇത് വാടി വാടി പോകുന്നാണ് പറയുന്നത്. ഈ വിടർന്നിരിക്കുന്ന കാണണമെങ്കിൽ ഏറ്റവും നല്ല സമയം ഇതാട്ടോ. അത് രാവിലെ എത്തുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് എന്ത് രസമാണെന്ന് നോക്കിയേ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ് ഇത് കാണാനായിട്ട്.
കൃഷിയാ, നെൽകൃഷി. നെൽകൃഷിയല്ലേ? എവിടുന്നാ സ്ഥലം? എവിടെയാ? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി. ഒടിച്ചു പറിക്കരുത്, നേരെ പൊക്കണം കേട്ടോ. നേരെ കറ പറ്റല്ലേ? നേരെ പൊക്കിക്കോ, നേരെ പൊക്കിക്കോ. പഠിച്ചോ പഠിച്ചോ പഠിച്ചോ. ഇപ്പൊ എത്ര ഏക്കറിലാട്ടോ ഇത് നിൽക്കുന്നത്? 150 ഏക്കറാണിത്. എന്നാലും ഇപ്പൊ ഒരു 600 ഏക്കറിനകത്ത് നിറഞ്ഞു പോവാ. ഓക്കെ. ഇത് ഫുള്ള് പൂക്കൾ ഈ തവണ പൂക്കള് കുറവായിരുന്നോ? ഇത്തവണ പൂക്കൾ കൂടുതലാണ് ആണല്ലേ? ഇതിന്റെ സീസൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സീസൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മാർച്ച് മാസത്തെ കൊയ്ത്താണെങ്കിൽ ഇവിടെ കറക്റ്റ് ജൂണിൽ തൊട്ട് ആമ്പല് വരും. മാർച്ച് മാസം ചിലപ്പോൾ ക്ലൈമറ്റിന്റെ അനുസരിച്ച് ചിലപ്പോൾ മാർച്ച് മാസത്തിലല്ല, അപ്പൊ ഏപ്രിലായിരിക്കും കൊയ്ത്ത്. കൊയ്ത്ത് കഴിഞ്ഞാൽ വെള്ളം കയറ്റും. ഇത് വെള്ളം കയറ്റുന്ന അനുസരിച്ചാണ് ഇത്. വെള്ളം കയറ്റിയ ഒരു മാസത്തിനുള്ളിൽ ഇത് ഇല വീഴും. ഓ ശരി. അതിന്റെ പൂക്കൾ വരാൻ ഒരു 1.5-2 മാസത്തിനുള്ളിൽ പൂക്കളാവും അല്ലേ? ഇപ്പം മാർച്ചിൽ കൊയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂണിൽ എത്തോണെ കറക്റ്റ് ഈ പാടത്ത് തിരുവായ്ക്കരി പാടം എന്ന് പറയും ഇതിന്റെ പേര്. തിരുവായ്ക്കരി 850 ഏക്കർ. ഇത് കറക്റ്റ് മാർച്ച് മാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ കാരണം കറക്റ്റ് ജൂണിൽ പൂ തുടങ്ങി. പൂവായി. ഞങ്ങളല്ല ഈ വെള്ളം പോടാൻ തുടങ്ങി. ഞങ്ങൾ 2 വള്ളക്കാരുള്ളത്. അത് കഴിഞ്ഞാൽ ഇത്രയും വെള്ളം ഇപ്പൊ 100 വെള്ളം ഉണ്ട് ഇവിടെ. ഓ ശരി ശരി. ഇപ്പം അടിപൊളിയല്ലേ ഇവിടെ? അടിപൊളിയാണ്. നെൽകൃഷി. ഇത് കഴിഞ്ഞ ഉടനെ നെല്ലാണ്. ഇപ്പൊ കന്നിയഞ്ചി മോട്ടോർ ഓടിക്കും. ഇപ്പൊ 17-ാം തീയതി അല്ലേ കന്നിയഞ്ചി? 17-ആണോ 20-ആണോ? 17-ാം തീയതി കന്നിയഞ്ചിന് മോട്ടോർ ഓടിക്കാൻ തുടങ്ങും. വെള്ളം പറ്റണമെങ്കിൽ ഒരു 25 ദിവസം മതി ഇതിനകത്ത്. 20 ദിവസം വേണം. അടിച്ചു കളയാം. വലിയ എഞ്ചിൻ വെച്ച് അടിച്ചു കളയാം. പറഞ്ഞാൽ നമ്മള് മോട്ടോർ തറ, നമ്മള് പഴയ നമ്മളെ ചവിട്ടി കളയുന്ന വിട്ട് മോട്ടോർ തറയാ. ഇങ്ങനെ 7 തറയുണ്ട്, അതെടുത്ത് കളയും. അത് നേരെ തൊട്ടങ്ങ് അപ്പുറത്ത് കൊടുവരാറാ ആരിനോട്ട്. നിങ്ങൾ വന്ന അവിടെ പാലയില്ല, ഞങ്ങൾ അപ്പുറത്ത് മീനച്ചിലാറ്. നേരെ അവിടെ കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ് ഉണ്ട്, അങ്ങോട്ടുണ്ട്. ഇതിലെവിടെ ഉണ്ട് ബോട്ട് സർവീസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓ അടിപൊളി. അപ്പൊ ഈ മാസം കഴിയുമ്പോഴത്തേനും ഈ പൂക്കളൊക്കെ മാസം കഴിഞ്ഞല്ല, ഒക്ടോബർ 10 വരെ കാണും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് വെള്ളം പറ്റിച്ചാൽ ഇത് സ്ലോപ്പാ, ഇങ്ങോട്ട് സ്ലോപ്പാ. ആ വെള്ളം പറ്റി ആ കരക്കെല്ലാം പറ്റും. നമ്മുടെ ഈ വെള്ളം ഒന്നും ഓടത്തില്ല. നമ്മള് 6 വഴി കൊണ്ടുവരും. 6 വഴി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് കൊച്ചുവെള്ളം ഉണ്ട്, കൊച്ചുവെള്ളത്തെ കയറ്റി ഇറക്കും. കാരണം നമുക്കൊരു 1000 രൂപ ട്രിപ്പും അവിടെ കൊച്ചുവെള്ളക്കാർക്ക് 100 രൂപ വെച്ച് ഒരാൾക്ക്. അങ്ങനെയുള്ളവർ വരുകയും ചെയ്യും കേട്ടോ. ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. നമ്മള് സെപ്റ്റംബർ അവസാനം വരെയാണ് നമ്മുടെ ഇതിന്റെ വെള്ളം വരും. ഇപ്പൊ ക്ലൈമറ്റ് വ്യത്യാസമാണ്, ചിലപ്പോ ഈ മാസം കൊണ്ട് തീരണമെന്നില്ല. നെല്ല് 4 മാസം 120 ദിവസമാണ് നമ്മുടെ കണക്ക്. നെല്ലിടണമെങ്കിൽ തന്നെ 1 മാസം എടുക്കും. ഇത് എല്ലാം വരമ്പം വെട്ടി പിന്നെ ട്രാക്ടറെല്ലാം ടെല്ലർ വെച്ച് ഉഴുത് എല്ലാം കളഞ്ഞ്. ഇത് വെച്ച കിഴങ്ങ അടി കിടക്കും. കിടന്നോളൂ. അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സ്പ്രെഡ് ആകും. ആ ഒരു സമയമാകുമ്പോഴത്തേനും വീണ്ടും ഇത് വെള്ളം വീഴുമ്പോ ഇപ്പൊ നമ്മളിപ്പം കൊയ്ത്താണേലും ഇല്ലേ, കൊയ്ത്താണേലും ഇത് ചാലുണ്ട്. നമുക്ക് വെള്ളം കയറ്റാൻ കണ്ടത്തിലോട്ടൊക്കെ ചാലില്ലേ, ആ ചാലിനകത്തല്ല ഇത് വിരിഞ്ഞു നിൽക്കും. ഏതാ വെള്ളം ഉള്ളിടത്ത് ഇത് വിരിഞ്ഞു നിൽക്കും. അത് നമ്മൾ എന്ത് കളഞ്ഞിട്ടും പോകത്തില്ല. ഇപ്പൊ നമ്മള് ചാൽ നമുക്ക് ഇപ്പം കണ്ടത്തിലോട്ട് വെള്ളത്തിന് ആവശ്യമുണ്ടല്ലോ, അതിനുവേണ്ടി ചാലുണ്ടല്ലോ. എല്ലാ കണ്ടത്തിനും മിക്ക ചാലുണ്ട്. ആ ചാലിനകത്തെല്ലാം വെള്ളമുണ്ട്. ആ വെള്ളത്തിനെല്ലാം ഇത് വിരിഞ്ഞു നിൽക്കും അല്ലേ? അല്ലല്ല, പല വ്യക്തികളുടെ, സ്വകാര്യ വ്യക്തികളുടെ. ഇതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ അല്ലേ? ചിലവർക്ക് 10 ഏക്കറുണ്ട്, ചിലവർക്ക് 1 ഏക്കറുണ്ട്, 1/2 ഏക്കറുണ്ട്, 30 സെന്റ് ഉണ്ട്. ചിലപ്പോ 100 ഏക്കറുള്ളവരുണ്ട്.
അപ്പൊ അവർക്ക് പൈസ കൊടുക്കണം നമ്മള് പാടശേഖര സമിതിക്ക് 100 രൂപ വെച്ച് ആഴ്ച 100 രൂപ ഉള്ളായിരുന്നു. ഇപ്പൊ 100 രൂപ പിരിവില്ല ഇപ്പം. ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയത്താണ് ഈ സമയമാണ് കറക്റ്റ് സെപ്റ്റംബർ ആണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ഏറ്റവും കൂടുതൽ. എല്ലാരും ഇത്തവണ ജൂൺ മാസത്തിൽ ഇവിടെ ആദ്യം ഇവിടെ കറക്റ്റ് കൃഷിയാണെങ്കിൽ ഇത് ഓക്കെയാ. മാർച്ച് മാസത്തിൽ കൊയ്ത്താണെങ്കിൽ എല്ലാ വർഷവും മാർച്ച് മാസം കൊയ്ത്താ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ ക്ലൈമറ്റിന് വ്യത്യാസം മങ്ങാപ്പുറത്തെ പാടില്ല 1800 ഏക്കർ. അത് പാടം താമസിച്ചു പോയി. ഏപ്രിലില് അവസാനം കഴിഞ്ഞ് അവര് ആ പൂവൊക്കെ ഭയങ്കര ആദ്യം ആയില്ല. ഇവിടെ ആദ്യം ആയത് ഞാൻ അവിടെ കിടന്ന് അതൊരു അമ്പലം കേട്ടോ. കാരണം അതാ കാണുന്നത് നിങ്ങളെ വീഡിയോ കണ്ട അമ്പലം അത്. നമ്മൾ അതിനോടെ കറങ്ങിയാ പോകുന്നത്. 10 മണി വരെ 10 മണി കഴിഞ്ഞാൽ 10-10:30 മാക്സിമം വാടിപ്പോവും. ഈ പൂ തന്നെ രാവിലെ പിന്നെയും വിരിയുന്നത്. ഇത് തന്നെയോ? ഇത് തന്നെ. ഇപ്പൊ നമുക്ക് കണക്കില്ല ഇതിന്. ഇത് എത്ര ദിവസം വിരിയെന്ന് ചുമ്മാ ചിലവ് പറയും ഒരാഴ്ച നിൽക്കുന്ന ചുമ്മാ അറിയുന്ന. ചില പൂവൊക്കെ നീതാണ്. ഇത് ഈ പൂവൊക്കെ ഉണ്ടോ? എന്നാ കളറാന്ന് നോക്കിയേ. ചില പൂ നോക്കിയേ കളർ കുറവാ. ഇത് കണ്ടോ? ആ പൂവിന്റെ അടിപൊളി കളർ ഇത്. അത് തന്നെ. ഇത് നല്ലൊരു ബ്രൈറ്റ് കളറായിട്ട് ഉണ്ട്. എല്ലാരും പറയും ചുമ്മാ എന്താ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഈ സാധനം എപ്പോഴാ ചില ചീഞ്ഞു പോകും കേട്ടോ. അത് എത്ര നാള് നിൽക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. 7 ദിവസം 6 ചുമ്മാ അറിയുന്നു. ഇത് കണ്ടോ? അടുത്ത മുട്ട കയറി വരുന്നുണ്ടോ? എന്ത് മുട്ട കയറി വരുന്നത്? ഒരെണ്ണം പോയി അടുത്ത കയറി വരും. നമ്മളിപ്പം പറിച്ചാ പോകുമെന്ന് പറയും. പറിച്ചാൽ അതിന്റെ ഇരട്ടിയാ വരുന്നത്. ഇരട്ടി വരും അല്ലേ? എല്ലാരും പിടിക്കാൻ പറ്റുമോ? എല്ലാ മീനും ഉണ്ടോ ഇതിനകത്ത്? എല്ലാ മീനും ഉണ്ടോ? ആറ്റിലെ വെള്ളം ഇത് നല്ല വെള്ളമാണ്. എത്ര അമ്പലപ്പൂക്കൾ പറിച്ചാലും മതി വരുന്നില്ല കേട്ടോ. ഇപ്പൊ നല്ല വിടർന്ന് നിൽക്കുകയാണ്. ഇത് കാണാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് രാവിലെ വന്നോണ്ടാണ് കേട്ടോ ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാണാൻ പറ്റുന്നത്. ഒരു 10 മണി ആയി കഴിഞ്ഞാൽ ഇതെല്ലാം വാടി തുടങ്ങും. അതുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ തന്നെ എത്തണം. പിന്നെ ഇതിന്റെ അടിയിൽ ഒരുപാട് മീനുണ്ട് കേട്ടോ. ഈ വെള്ളം വറ്റിക്കുമ്പോഴേ അപ്പൊ ഈ മീനെ അന്നേരം കിട്ടുവോ കൂടുതൽ? മീനെ പിടിക്കാൻ സമ്മതിക്കത്തില്ല. കുഞ്ഞുമീനുണ്ട്, ഒത്തിരി കുഞ്ഞുമീനുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇവര് സമ്മതിക്കാത്തത്. ഓ, മോട്ടർ പാടം പിടിക്കുന്നെന്ന് പറഞ്ഞ ഒരു ലേലംവിളിയാ. ഇത്ര എല്ലാ വർഷവും ലേലംവിളിയാ. ഇത്ര മോട്ടർ ഈ വെള്ളം പറ്റിക്കുന്ന എത്ര രൂപ സർക്കാരിന്റെ ആണെങ്കിൽ എല്ലാ സർക്കാരിന്റെ ഇതിന് പിടിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ മോട്ടറും പിടിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഈ മീനെല്ലാം കുഞ്ഞു മീനെല്ലാം ചത്തുപോകുന്നു. ഞങ്ങൾ ചാരാക്കിയിട്ടേക്കുവാ. വഴിയൊന്നും ഓടി സൂപ്പർ. അവിടെ ഇങ്ങനെയല്ല വന്നത്. ആ ബോട്ട് എവിടെ നോക്കിയാലും പൂക്കൾ മയം. പ്രകൃതിയുടെ പൂക്കളം ഇതുപോലെ വിരിയത്തില്ല. അത് പിടിക്കത്തില്ല.
പോകാൻ കേട്ടോ കിട്ടുന്നുണ്ടോ? ആ കിട്ടുന്നുണ്ട്. ഇതല്ല വരാല് കുഞ്ഞ്, വരാല് വരാല് കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ? കുഞ്ഞുങ്ങളുണ്ട്, അതാ മാറാ നിൽക്കുന്നല്ലേ, വിട്ടുപോകാൻ അത്രയും ചെറുതാണോ വരാല്? ഇവിടുത്തെ പല നമ്മൾ വരാല് വലുതുണ്ട്, ചെറുതുണ്ട്, പല ഇതുണ്ട്. ആറ്റിൽ എത്രയും ആറ്റിലെ വലുതാണ്. കാണാം കാണാം. അമ്പൽപ്പൂക്കളൊക്കെ പറിച്ചിതാ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഡെയിലി ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്നുണ്ടായിരിക്കും അല്ലേ ഏട്ടാ? ആണല്ലേ? ഓണസമയത്ത് മൂന്നാഴ്ച മുന്നേ ഞായറാഴ്ച 16 KSRTC. ആണോ? അതിനാ മുഴുവൻ നിങ്ങൾ ഓടുന്നുണ്ടേ. പിന്നെ 16 KSRTC അവിടെ ഇവിടെ ഞങ്ങൾക്ക് വട്ടം പിടിക്കും. അല്ലാത്ത കേസ് വരുമ്പോൾ നമുക്ക് KSRTC വാല് വരുമ്പോൾ മൊത്തം ഒരുമിച്ച് വരുന്നത്. എന്നാലും ബോട്ടുകൾ എത്ര എണ്ണം കാണും മാക്സിമം? ഇവിടെ ഈ കടവിൽ 100 ബോട്ട്, 100 ബോട്ടുണ്ട്. അങ്ങാപ്പുറത്ത് 100 അടുത്തുണ്ട് ബോട്ട്. ഈ ഏറ്റവും കൂടുതൽ ബോട്ട് ഇവിടെയാ 100. നമ്മുടെ കൂടെ നിൽക്കുന്നത് പ്രമോദേട്ടനാട്ടോ. പ്രമോദേട്ടൻ മാക്സിമം നമ്മളെ ഇവിടെ ഫുള്ള് കവർ ചെയ്ത് എല്ലാം കൊണ്ടേ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രമോദേട്ടന്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുവേ. വന്ന് ഇതാ ബോട്ടിൽ വന്നിട്ട് ഇതാ ഈ ചേട്ടന്മാര് നമ്മളെ ഈ ആമ്പൽ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ ബോട്ട് കൊണ്ടുപോയി നിർത്തും കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലൊരു വഴി ഉണ്ടാവും കേട്ടോ, ഈ അതായത് ഈ ബോട്ട് പോകാനായിട്ട്. എന്നിട്ട് ഈ രണ്ട് സൈഡിലായിട്ടാണ് ഇതാ 850 ഏക്കർ അല്ലേ, 850 ഏക്കറിൽ ഈ ആമ്പൽപ്പൂ ഉള്ളത്. ഇങ്ങനെ ഈ സെൻട്രൽ ജൂൺ മുതലാട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ മുതൽ ഒരു ഒക്ടോബർ വരെയാണ് ഇതിന്റെ സീസൺ എന്ന് പറയുന്നത്. ആ ഒക്ടോബർ കഴിഞ്ഞിട്ട് ഈ വെള്ളം ഫുള്ള്, അതായത് നമ്മുടെ കൊടൂർ ആറ്റിലേക്ക് തിരിച്ചു പമ്പ് ചെയ്ത് കളയും. അതിനുശേഷം വീണ്ടും നെൽകൃഷി ആരംഭിക്കും. നെൽകൃഷി ഒരു 4 മാസത്തോളം. ആ നെൽകൃഷി കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അടിയിൽ കിടക്കുന്ന കിഴങ്ങിൽ നിന്നാണ് കേട്ടോ ഇത് ഫുള്ള് വീണ്ടും ഉണ്ടാകുന്നത്. നെൽകൃഷി വന്നാൽ ഇതിന്റെ അടിയിലുള്ള ആ കിഴങ്ങ് നശിച്ചു പോകില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിന് മാത്രം ആമ്പൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഒരുപാട് ആമ്പലുണ്ട് കേട്ടോ. പൂക്കൾക്ക് കുറവൊന്നുമില്ല, ഒരുപാട് ആമ്പലുകളുണ്ടല്ലോ. 10 മണി മുതൽ 10 മണി വരെയാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്.
എല്ലാവരും മാക്സിമം 6 മണിയൊക്കെ ആവുമ്പോ തന്നെ എത്തൂട്ടോ. കാരണം ഒരു 10 മണി ആയി കഴിഞ്ഞാൽ ഇതെല്ലാം വാടി തുടങ്ങി. ഇപ്പൊ നല്ല വിടർന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്ന സമയം നല്ലതായിരുന്നു. ഒരുപാട് പൂക്കളും ഉണ്ട് കേട്ടോ. ഇപ്പം വന്നാല് ഇതാ ഒരുപാട് ടൂറിസ്റ്റുകാർ ഇതാ വരുകയും പോകുകയും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിതാ ഇത് ഇങ്ങനൊരു വഴി കൂടാണ് പോകുന്നത്. 2 സൈഡ് ഫുൾ ആമ്പൽപ്പൂക്കൾ. ഈ ഫോണില് എത്രത്തോളം നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഇത് നേരിട്ട് വന്ന് കാണുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയണേ, ഒരു ഭാഗ്യം. അതൊക്കെ ഒരു പ്രകൃതിയുടെ പൂക്കളം എന്ന് പറയുന്ന പോലെ എന്താ പറയണേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാട്ടോ. എവിടെ നോക്കിയാലും അത് ഈ ആമ്പലിന്റെ ആ കളറ് അതൊരു പ്രത്യേക ഫീല് വരുന്നതാണ്. ഇപ്പൊ നമ്മളിതാ പൊക്കോണ്ടിരിക്കുമ്പോ ഇതാ അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട് കേട്ടോ. അൻവിക്ക് ഇഷ്ടായോ? ആ അൻവിക്കുട്ടനും ഇതാ ഇവാൻകുട്ടനും ഒക്കെ ഇതാ അൻവിയും ഇവാനും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ. ഇതാ ഈ ആമ്പല് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. അത് പറിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതിനാണ് ഈ പാടത്തിന് സെൻട്രലായിട്ട് ഇതാ ഒരു അമ്പലമൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ അമ്പലവും ആമ്പൽ പാടങ്ങളും. നാട്ടിൽ വന്നിട്ട് ഇത് ഈ ആമ്പൽപ്പാടം കാണാണ്ട് പോയിരുന്നെങ്കിൽ വളരെ മിസ്സായേന്. അത്രയ്ക്ക് ഭംഗിയാണ്. എല്ലാം ഇപ്പോഴും നല്ല വിരിഞ്ഞു നിൽക്കുക കേട്ടോ. ഇപ്പൊ സമയം എന്തായി? 8:30. ഞങ്ങള് 7:30 ആയപ്പം ബോട്ടിൽ കയറിയതാണ്. ഇപ്പം 8:30 ആയിട്ടുണ്ട് കേട്ടോ. 8:30 ആയിട്ടും ആമ്പൽപ്പൂ ഇതാ നല്ല വിടർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ആമ്പലെല്ലാം വാടി തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. കുറച്ച് ആമ്പൽ പൂക്കളാട്ടോ. നന്ദിക്കുട്ടനും ഇവാൻകുട്ടനും എല്ലാം ഇതാ പൂക്കള് പറിച്ചിതാ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമ്മള് ഞങ്ങള് പറിച്ചെടുത്തത് ആമ്പൽപ്പൂ ആട്ടോ. ഇതിന്റെ ഇടയിൽ ഒരു വെള്ളയുണ്ട് കേട്ടോ. വെള്ള സെന്ററിൽ കണക്ക് യെല്ലോ കളർ വരുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ്. അന്നിക്ക് ഇതിൽ ഏതായി? വൈറ്റ് ആണ് ഇഷ്ടം, ഇതാണ് അന്നിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അന്വി ഇവാൻകുട്ടനും എല്ലാരും കൂടെ ഇതാ പറിച്ചെടുത്ത ആമ്പൽപ്പൂ ആട്ടോ. ഇത് നല്ല ഭംഗിയല്ലേ? ഒരുപാട് ടൂറിസ്റ്റ് അന്വി ഇതാ ഇവിടെ മീൻ പിടിക്കുകയെന്നാണ് പറഞ്ഞേക്കണേ. ഇതിന്റെ ഇടയിൽ ഒരുപാട് മീനുണ്ട് കേട്ടോ. എല്ലാവരും ഇതാ അങ്ങോട്ടേക്ക് കയറി ഇരുന്ന് ആമ്പൽപ്പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പറിച്ചാലും മതി കയറത്തില്ല. ഇതിന്റെ ഇടയില് അതായത് നമ്മുടെ ഒരു വയലറ്റ് കളർ ആമ്പലുണ്ടല്ലോ, അതും ഇവിടെ കുറച്ച് വന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് ആരൊക്കെയോ പറിച്ചെടുത്ത് പോയോണ്ട് അതൊക്കെ പോയി. ഒക്ടോബർ 3 നമുക്കിത് ആസ്വദിക്കാം കേട്ടോ. ഇനി ആരെങ്കിലും ഒക്കെ വരാറുണ്ടെങ്കിൽ വേഗം വന്നോളൂ. ഒരുപാട് ഫോറിനേഴ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഇൻസ്റ്റയിലൂടെയൊക്കെയാണ് ഇതിപ്പോ കാണാൻ തുടങ്ങിയേക്കുന്നത്. അതല്ലേ നമ്മുടെ കൊടൂരാറ്. ആ തെങ്ങിന് അപ്പുറത്തോട്ടാട്ടോ നമ്മുടെ കൊടൂരാറ്. ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെങ്കിൽ നല്ല ബെസ്റ്റ് പ്ലേസ് ആട്ടോ ഇത്. ഇവിടെ വന്നാൽ നമുക്ക് അടിപൊളി ഫോട്ടോഷൂട്ട്. പിന്നെ സ്റ്റെഫി ഇത് കാണുമ്പോൾ ഒരുപാട് മിസ് ചെയ്യായിരിക്കും. ഇനി സ്റ്റെഫിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങളിതാ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റെഫിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ആറും മറ്റേ ഇതുപോലത്തെ പാടങ്ങളും ഒക്കെ. ഇനി സ്റ്റെഫി ഒരു തവണ ഇവിടെ വരുമ്പോഴത്തേനും നമ്മളിതെല്ലാം അവളെ കൊണ്ട് കാണിക്കുന്നതായിരിക്കും. സ്റ്റെഫിനെ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നു. അവളിത് കണ്ടാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഈ പൂവൊക്കെ ഒരുപാട് ദിവസം തന്നെ ഈ വിടർന്നു നിൽക്കുന്ന പൂ തന്നെ ആട്ടോ അടുത്ത ദിവസം വിടർന്നു വരുന്നത്. കാരണം ചിലവരൊക്കെ പറയും ഒരാഴ്ചയൊക്കെ അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ഈ പൂ വിടർന്ന്, അതായത് വീണ്ടും വിടർന്നു വരുവുള്ളൂ, അത് കഴിയുമ്പോൾ അഴുകിപ്പോകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചേട്ടൻ പറയുന്നത് അങ്ങനൊന്നുമല്ല. ഈ പൂവൊക്കെ ഒരുപാട് ദിവസം നിൽക്കുമെന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇത് വാടും. അടുത്ത ദിവസം ഈ പൂ തന്നെയാണ് നല്ലതായിട്ട് വിരിഞ്ഞു വരുന്നത്.
അവിടെ ഷേക്കിങ് ചെയ്യണ്ടൊക്കെ ഇതാ ആ ബോട്ടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതാ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ നടക്കുന്ന നോക്ക്. ആ ചേട്ടന്റെ ഒരു വയറിന്റെ അവിടെ വരെ കണ്ട് അത്ര പോലും ഇല്ല വെള്ളം. ആ ചേട്ടൻ അവിടെ നിന്നിട്ട് ആ പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുക്കുവാണ്. ഇതാ വെള്ള ആമ്പലിനൊരു പ്രത്യേക ഭംഗി കേട്ടോ. ഈ സൈഡിലോട്ട് വന്നപ്പോഴാണ് വെള്ള ആമ്പൽ കാണുന്നത് കേട്ടോ. അൻവി ഇതാ ആമ്പൽപ്പൂ ഉറച്ചോണ്ടിരിക്കുക കേട്ടോ. ചേറമീൻ ഇതിപ്പോ ഇതില് കിട്ടിയതല്ലേ? പിടിച്ചിട്ടേക്കതാ ഇത്? രണ്ടെണ്ണം ഉണ്ടല്ലേ? നമ്മള് ആമ്പൽപ്പാടത്തിൻ്റെ അവിടുന്ന് നേരെ പിന്നെ വിട്ടത് നമ്മൾ കിളിക്കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാട്ടോ. ഇവിടെ എല്ലാം കിട്ടും. കള്ള്, കപ്പ, അപ്പം, പൊറോട്ട, പിന്നെ ചെമ്മീൻ, ഞണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാനെന്താ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡിപ്പം വരും. ബാക്കി വിശേഷങ്ങൾ ഫുഡ് വന്നിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങളിതാ കുമരകം വന്ന് ഒരു ഫിഷ് കടയിൽ കയറി കേട്ടോ. അവിടെ നല്ല നാടൻ കായൽ മീനുകളുണ്ട്. നല്ല നാടൻ വരാല്, പിന്നെ ചേറുമീൻ, ചെമ്മീൻ, അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. അവർ കട്ട് ചെയ്തൊക്കെ തന്നു. നല്ല അത്യാവശ്യം വിലക്കുറവും ഉണ്ട് കേട്ടോ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മീനൊക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.